എല്ലാവർക്കും നമസ്കാരം. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ കപ്പൽ ഹോർമൂസിലേക്ക് അടുക്കാൻ പേടിച്ചിട്ട് ഒരു 1000 കിലോമീറ്റർ അറേബ്യൻ സീയിൽ മാറ്റിയിട്ടിരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇറാനെ പേടിപ്പിച്ചുകൊണ്ട് വന്നൊരു സാധനമുണ്ട്. ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ, ഒരു ഒഴുകുന്ന വിമാനത്താവളം എന്ന് പറയാം. 5000 പേരൊക്കെയാണ് അതിനകത്ത് ഒരു സമയത്ത് ഉണ്ടാവുക. ഈ സാധനം എവിടെ പോയി? ഇതിനെ കാണുന്നില്ലല്ലോ. ലിങ്കൺ ഉള്ള ധൈര്യം പോലും ഫോർഡിനില്ല എന്ന് പറയാം. കാരണം ആദ്യം ചെങ്കടലിൽ ഈ സൗദി അറേബ്യയുടെ തീരത്തായിട്ട് അൽജോഫിൽ അറ്റകുറ്റപ്പണി എന്നൊക്കെ പറഞ്ഞ് കയറ്റിയിട്ട് പിന്നീട് സൂയസ് കനാൽ വഴി ഇപ്പോൾ മെഡിറ്ററേനിയനിലേക്ക് പോയിട്ടുണ്ട്, ഗ്രീസിലെത്തി. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയോ എന്നറിയില്ല. എന്തായാലും നാറ്റോ രാജ്യങ്ങളുടെയൊക്കെ ഇടയിലായിട്ട് ഇവൻ നമ്മുടെ പയ്യനാണ്, നോക്കിക്കൊള്ളണം എന്നുള്ള രീതിയിലാണ് ഈ സാക്ഷാൽ ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ ഇപ്പോൾ കിടക്കുന്നത്. എബ്രഹാം ലിങ്കൺ കപ്പലിന് പറ്റിയതുപോലെ ഒരു നാണക്കേട് വരരുതെന്ന് കരുതിയിട്ട് അമേരിക്ക പറഞ്ഞത് ഇതിൽ കുറെ ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മീഡിയ ഏറ്റവും കൂടുതൽ ഏറ്റുപിടിച്ചത് അതിലെ ടോയ്ലറ്റ് പ്രശ്നമാണ്. നമ്മുടെ വിമാനങ്ങളിലൊക്കെ ഉള്ളതുപോലെയുള്ള വാക്യൂം ടോയ്ലറ്റുകളാണ്. 5000 പേരൊക്കെയാണ് ആ കപ്പലിൽ ഉണ്ടാവുക. ഈ ടോയ്ലറ്റ് സിസ്റ്റം ആകെ കേടായി കിടക്കുകയാണ്. യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതും ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇത് കൊണ്ടുപോവുകയാണ് കേട്ടോ എന്നും പറഞ്ഞ് അവരതും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അമേരിക്കക്കാർ തന്നെ വിചാരിക്കുന്നത് ഇതിലും ഭേദം ഹൂതികളുടെയോ അല്ലെങ്കിൽ ഇറാന്റെയോ വല്ല മിസൈല വന്ന് വീണിട്ട് ഇത് കൊണ്ടുപോവുകയാണെന്ന് പറയുന്നതായിരുന്നു പിന്നെയും ഭേദം. കാരണം അമേരിക്കയ്ക്ക് 11 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ് ഉള്ളത്. അതിൽ 10 നിമിറ്റ്സ് ക്ലാസ്സിൽ പെടുന്നതാണ്. അതാണ് ഈ എബ്രഹാം ലിങ്കൺ ഒക്കെ. ഒരെണ്ണമാണ് ഫോർഡ് ക്ലാസ്സിൽ ഏറ്റവും മുന്തിയത്. അതാണ് ടോയ്ലറ്റ് കേടായെന്നും പറഞ്ഞ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇനി മൂന്നാമത് ഒരെണ്ണം കൂടെ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജോർജ് ഡബ്ല്യു ബുഷിന്റെ പേരിട്ടിരിക്കുന്ന ഒരു കപ്പലാണ്. അതിനെ അവിടെ നിന്ന് അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഹോർമൂസ് സ്ട്രെയിറ്റിൽ എന്തുകൊണ്ട് ഇറാന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, എബ്രഹാം ലിങ്കൺ സാക്ഷാൽ ആ ന്യൂക്ലിയർ എയർക്രാഫ്റ്റ് കാരിയർ പോലും അങ്ങോട്ട് അടുക്കാൻ ധൈര്യമില്ലാതെ മാറ്റിയിട്ടിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? മുങ്ങിക്കപ്പൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ പോലും കാലം കഴിഞ്ഞു. അതിലൊക്കെ ഘടിപ്പിക്കുന്ന ടോർപിഡോ അല്ലെങ്കിൽ മിസൈലിന്റെ ഒക്കെ മാത്രം വലിപ്പത്തിലുള്ള ചില ഡ്രോൺ മുങ്ങിക്കപ്പലുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില പ്രത്യേകതരം ഐറ്റംസ് ഇറാൻ ഈ ഹോർമൂസിലുടനീളം വിന്യസിച്ചിരിക്കുകയാണ്. അതായത് കടലിന്റെ അടിയിലാണ്, വളരെ ചെറുതാണ്. മൈനുകൾ ഒരുപാട് ബോട്ടുകളിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ചില ബോട്ടുകൾ ആളില്ലാത്ത ഡ്രോൺ ബോട്ടുകളാണ്. ഇത് നിസ്സാര ചെലവിൽ ഇറാൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇതും കൂടാതെ കടലിനടിയിൽ മുങ്ങിക്കപ്പലുകളെ പോലെ ആളില്ലാത്ത ഇത്തരം ചെറിയ സാധനങ്ങൾ തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പേടിച്ചിട്ടാണ് ഈ എയർക്രാഫ്റ്റ് കാരിയർ പോലും അങ്ങോട്ട് അടുക്കാത്തത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതും അവിടെ ഇറാൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും അമേരിക്ക നാണം കെടുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഹോർമൂസിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ തന്നെ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ കാണുന്നതാണ്. അങ്ങനെയെങ്കിൽ ചെങ്കടലും കൂടി അടച്ചാൽ, അതായത് ചെങ്കടൽ എന്ന് പറഞ്ഞാൽ സൂയസ് കനാൽ വഴി ചെങ്കടലിൽ പ്രവേശിച്ചിട്ടാണ് പിന്നീട് അറേബ്യൻ സീയിലേക്കും ഇന്ത്യൻ ഓഷ്യനിലേക്കും ഒക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞു തരാം. ഇന്നത്തെ കാലത്ത് ഓഹരി വിപണിയിലൂടെ ആർക്കും പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റ് ഉയർന്നാലും ശരി, താഴ്ന്നാലും ശരി. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ 2 സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മികച്ച വരുമാനം നേടാനായിട്ട് സാധിക്കും, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ. പക്ഷെ ചോദ്യം ഇതാണ്, നിങ്ങൾ എങ്ങനെ ആരംഭിക്കും? അവിടെയാണ് വളരെ ലളിതവും ശക്തവുമായ ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മാർക്കറ്റ് വുൾഫ്. മാർക്കറ്റ് വുൾഫ് സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന് മെയിൻ്റനൻസ് ചാർജുകളോ കനത്ത വാർഷിക ഫീസുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ലോഗിൻ ചെയ്തു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ കാണാം. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു, ട്രേഡ് പ്ലേസ് ചെയ്തു. അത്രമാത്രം എൻ്റെ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഫോളോ ട്രെൻഡ് ഫീച്ചർ നിങ്ങൾക്ക് ആളുകൾ ലാഭം നേടിയ തത്സമയ ട്രേഡുകൾ കാണിക്കുന്നു. ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്കും ആ ലാഭകരമായ ട്രേഡുകൾ ഫോളോ ചെയ്യാം. വളരെ ചെറിയൊരു തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് ആരംഭിക്കാം. മറ്റു പല പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ഇതിന്റെ 3 ഇരട്ടി പണം ആവശ്യമായിട്ട് വരാറുണ്ട്. വലിയ നഷ്ടമുണ്ടായാലോ എന്ന് ആശങ്കപ്പെടുന്നവർക്ക് അതിനും ഒരു പരിഹാരമുണ്ട്. ഒരു ഇൻബിൽറ്റ് സ്മാർട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചർ. നിങ്ങളുടെ ട്രേഡ് ഒരു നിശ്ചിത ലോസ് ലെവലിൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആകുന്നു. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കാതെ നോക്കുന്നു. നോക്കൂ, ട്രെൻഡിനൊപ്പം ലാഭം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ 1971 രൂപ ലാഭം ബുക്ക് ചെയ്തു. മാർക്കറ്റ് വോൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. ഇത് നോക്കുക, ആളുകൾ ഒരു ദിവസം 15,239 രൂപയും ഒരു മാസം 70,468 രൂപയും കഴിഞ്ഞ വർഷം മുഴുവൻ 5,03,940 രൂപയും ലാഭം ബുക്ക് ചെയ്തു. ഈ ലാഭത്തിനൊന്നും മാർക്കറ്റ് വോൾഫ് ഒരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാം. മാർക്കറ്റ് വുൾഫിന് ഇതിനോടകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് ആണുള്ളത്. ഇന്ത്യയിലുടനീളമുള്ള ആളുകൾ അവരുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. മാർക്കറ്റ് വുൾഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സൂയസ് കനാലിന്റെ ഒക്കെ പ്രാധാന്യം എന്താണെന്ന്
ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കാം, സൂയസ് കനാൽ പ്രതിസന്ധിയൊക്കെ ചരിത്രത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു മനുഷ്യനെ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയായിരിക്കും ഈ സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതങ്ങളൊക്കെ നിന്നു കഴിഞ്ഞാൽ. അതിന് ഈ യമനിലുള്ള ഹൂത്തികൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഇറാന്റെ മിലിഷ്യയാണ് ഈ ഹൂതീസ് എന്ന് പറയുന്ന യമനിലുള്ളവർ. അവർ ഈ കഴിഞ്ഞ ഇസ്രായേലിലെ പ്രശ്നങ്ങളൊക്കെ പണ്ട് നടന്നപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള എല്ലാ കപ്പലിനെയും ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹൂത്തീസ് പല ഇസ്രായേൽ ബന്ധമുണ്ട് എന്ന് ആരോപിച്ച പല കപ്പലുകളിലുമൊക്കെ അവർ പറന്നിറങ്ങി പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കിയത് പലരും ഓർക്കുന്നുണ്ടാകും. അന്ന് ക്രൂഡ് ഓയിൽ വില തന്നെ വളരെയധികമായിട്ട് കൂടിയതും ഒക്കെ ഓർക്കുന്നുണ്ടാവും. അതായത് പേർഷ്യൻ ഉൾക്കടലിന് ചുറ്റുമായിട്ടാണ് GCCയിലെ പല രാജ്യങ്ങളും. അവരെല്ലാം ഈ എണ്ണയും കൊണ്ട് ഈ ഹോർമൂസ് സ്ട്രേറ്റ് എന്ന് പറയുന്ന ഇടുങ്ങിയ സ്ഥലത്തോടെ കടന്നു പോകണമല്ലോ. എന്നാൽ ഇതിനേക്കാളും ചെറിയ ചോക്ക് പോയിന്റ് ആണ് ഈ റെഡ് സീയിലുള്ള ബാബൽ മണ്ടേബ് എന്ന് പറയുന്നത്. സൂയസ് കനാൽ വഴി ചെങ്കടലിലേക്ക് വരുന്നു. അപ്പുറേ സൗദി അറേബ്യ, ഇപ്പുറേ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഈജിപ്ത്, സുഡാൻ, എറിട്രിയ, ജിബൂട്ടി, സൊമാലിയ, ഇങ്ങനെയാണ്. ഈ ജിബൂട്ടിക്കും യമനും ഇടയിലുള്ള ഒരു ചെറിയ സ്ട്രെയിറ്റ് ആണ്, ഒരു ചോക്ക് പോയിന്റ് ആണ് ഈ ബാബൽ മണ്ടേബ് എന്ന് പറയുന്നത്. അവിടെ ഹൂത്തീസ് എല്ലാം കൂടി കുറച്ചു വർഷം മുമ്പ് നടത്തിയതുപോലെയല്ല, ഇപ്പോൾ ഇറാൻ എന്താണോ ഹോർമൂസിൽ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഈ ഡ്രോൺ ബോട്ടുകളിലൊക്കെ വന്നിട്ട് ഒരു പക്ഷേ മൈനുകൾ ഇടാം, റോബോട്ട് ഡ്രോൺ സബ്മറൈൻസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ആളില്ലാത്ത വളരെ വലിപ്പം കുറഞ്ഞ സാധനങ്ങൾ കടലിനടിയിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കാം. അങ്ങനെ ഹോർമൂസ് അടച്ചിരിക്കുന്നത് പോലെ ഈ ബാബൽ മണ്ടേബ് അല്ലെങ്കിൽ ചെങ്കടലിന്റെ ഭാഗങ്ങളും കൂടെ ഇറാന്റെ മിലിഷ്യകൾ ഉപരോധത്തിൽ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് ശ്വാസം മുട്ടുമെന്നുള്ളതാണ്. ഇത് വളരെ ഭയാനകമായ ഒരു വാർത്തയും കൂടെയാണ്. നമ്മളെ പോലും അത് വളരെ മാരകമായിട്ട് ബാധിക്കും. കാരണം ഇന്ന് ലോകത്തുള്ള ചരക്ക് നീക്കങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഷിപ്പുകളിലാണ്, കണ്ടെയ്നറുകൾ ഏറ്റിക്കൊണ്ടാണ്. അതിൽ 30% കടന്നു പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ വഴിക്കാണ്. അതായത് പ്രധാനമായിട്ടും ഓയിൽ ടാങ്കറുകൾ, ക്രൂഡ് ഓയിലും കൊണ്ട് പോകുന്ന കപ്പലുകൾ തടഞ്ഞപ്പോഴുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടതെങ്കിൽ, ഇതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഗുരുതരമാണ്. ഓയിൽ ടാങ്കറുകൾ മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് വലിയ കണ്ടെയ്നർ ഷിപ്പുകളും കൂടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇറാന് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ മിലിഷ്യകളെ ഉപയോഗിച്ച് സാധിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു രാജ്യത്തിനും ഇതൊന്നും അനുവദിക്കാനോ കണ്ടുകൊണ്ട് നിൽക്കാനോ സാധിക്കില്ല. ഇതിനെല്ലാം കാരണക്കാരായ ഇസ്രായേലിനെതിരെ, അമേരിക്കക്കെതിരെ ലോകം മുഴുവൻ, നാറ്റോ രാജ്യങ്ങൾ, അതായത് നാറ്റോയിലെ അംഗമാണ് അമേരിക്ക, ബാക്കിയുള്ളവരും എല്ലാം തിരിയുമെന്നുള്ളതാണ്. കാരണം സൂയസ് കനാൽ അടയ്ക്കണമെങ്കിൽ സൂയസ് കനാലിൽ അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ചെങ്കടലിന്റെ ഭാഗങ്ങൾ വളരെ വിശാലമാണ്, അതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതും പ്രാക്ടിക്കൽ അല്ല. പക്ഷേ ഈ ബാബൽ മണ്ടേബ് യമന്റെ തൊട്ടടുത്താണ് കിടക്കുന്നത്. ഈ ഹൂതികൾക്ക് അവിടെ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ സൂയസ് കനാൽ അടച്ചതിന് തുല്യമായിരിക്കും. ഇപ്പോൾ ഈ ഹോർമൂസ് സ്ട്രേറ്റിന് മുൻപായിട്ട് ഈ പേർഷ്യൻ ഉൾക്കടലിൽ എങ്ങനെയാണ് ആയിരക്കണക്കിന് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് പറയുന്നത് പോലെ സൂയസ് കനാലിനും ബാബൽ മണ്ടേബിനും ഇടയിലുള്ള വിശാലമായ ചെങ്കടലിന്റെ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് കണ്ടെയ്നർ ഷിപ്പുകളും ഓയിൽ ടാങ്കറുകളും എല്ലാം ബ്ലോക്കായി കിടക്കാൻ പോകുന്ന ഒരു കാഴ്ച ഒരു പക്ഷെ നമ്മൾ ഇനി കണ്ടേക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അമേരിക്കക്കാർ തന്നെ ഈ ട്രംപിനെ പുറത്താക്കാനുള്ള സാധ്യത വരെയുണ്ട്. അതായത് സൂയസ് കനാൽ അടച്ചാൽ പിന്നെ കപ്പലുകൾക്ക് പോകണമെങ്കിൽ എന്താണ് വഴി? ആഫ്രിക്കൻ വൻകര മുഴുവൻ ചുറ്റിയിട്ട് വേണം പിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട്. അതിന് 10-15 ദിവസങ്ങൾ കൂടുതലെടുക്കും. 30% ചിലവ് കൂടുതലാവും. ലോകം മുഴുവൻ വിലക്കയറ്റത്തിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും ഒക്കെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. സൂയസ് കനാൽ ഓപ്പൺ അല്ലെങ്കിൽ പണ്ടത്തെ നാവികരൊക്കെ ഈ ഭൂമി ചുറ്റി സഞ്ചരിച്ചതുപോലെ ഈ ഗുഡ് ഹോപ്പ് മുനമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചുറ്റിയിട്ട് വേണം പിന്നെ വരാൻ. എന്നാൽ ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഇറാന് സപ്പോർട്ടായിട്ട്, അതായത് പരസ്യമായിട്ടല്ലെങ്കിലും അത് പരസ്യമായ രഹസ്യം തന്നെയാണ്, ചൈനയും റഷ്യയും തന്നെയാണ് ഇറാന്റെ പുറകിൽ. ഇറാൻ താർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ തന്നെയാണ് കളിക്കുന്നത്. ഇവിടെ ഒരു സാമ്പത്തിക യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. കുറേ നാളായി താരിഫ് വാർ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ഈ ട്രംപ് ഈ പറയുന്ന ചൈനയ്ക്കിട്ട് പണിയുന്നു. ചൈന അന്ന് കിട്ടിയ പണിക്കൊക്കെ 100 ഇരട്ടിയായിട്ട് തിരിച്ച് ഇറാനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന കളിയാണ് ഇവിടെ നടക്കുന്നത്. പലരും അത് മനസ്സിലാക്കുന്നില്ല. യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലാണ് എന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നമുക്കൊക്കെ സൗജന്യമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന കള്ളമെന്ന് പറയുന്നത്. യുദ്ധം യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലല്ല, ചൈനയും അമേരിക്കയും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. എന്നാൽ അമേരിക്ക നേരിട്ട് ചൈനയുടെ യുദ്ധത്തിന് ചെന്നൊന്നുമല്ല, ഒത്തു കിട്ടിയപ്പോൾ അമേരിക്കക്കിട്ട് കൊടുക്കുകയാണ് ചൈന, റഷ്യയുടെ പിന്തുണയോടെ. കാരണം റഷ്യയ്ക്കും ഉണ്ട് കുറെ കൊടുക്കാനായിട്ട്. ഉക്രൈനിൽ എന്താണ് ഈ നാറ്റോ രാജ്യങ്ങൾ സപ്ലൈ ചെയ്ത് കാണിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ബാബൽ മണ്ടേബ് ഒക്കെ അടയ്ക്കാനായിട്ട് ഈ ഹൂതികൾക്കൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഹോർമൂസിൽ ഇപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? പഴയ രീതികളല്ല. ആകാശത്താണെങ്കിൽ ഡ്രോണുകളുടെ കാര്യം നമുക്കറിയാം, കടലിൽ ഡ്രോൺ ബോട്ടുകളുടെ കാര്യവും ഈ പറയുന്ന പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് നടക്കുന്ന ആളില്ലാത്ത റോബോട്ട് സബ്മറൈൻസ്, ഇതുമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ചൈനീസ് ടെക്നോളജിയും കൂടെയാണെന്ന് പറയുന്നുണ്ട്. ചൈനയാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു നാവിഗേഷൻ സിസ്റ്റവും ഇല്ലാഞ്ഞിട്ടും എങ്ങനെയാണ് ഇസ്രായേലിലേക്കും എന്തിന് ഡീഗോ ഗാർഷ്യയിലേക്കും ഈ പറയുന്ന ഖത്തറിലെ
LNG പ്ലാന്റിലേക്കും അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും കൃത്യമായിട്ട് ഇറാൻ ആക്രമണം നടത്തുന്നത് എങ്ങനെയാണ്? അമേരിക്കയ്ക്ക് GPS എന്ന് പറയുന്ന പോലെ തന്നെ ചൈനയുടെ ബെയ്ഡു, അതുപോലെ റഷ്യയുടെ ഗ്ലോനാസ്, ഈ നാവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും ചൈനയും റഷ്യ ഒന്നും അറിയുന്നില്ല എന്നൊക്കെ ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ നാവിഗേഷൻ സിസ്റ്റം മാത്രം കൊടുക്കുകയല്ല ചെയ്യുന്നത്, എന്തൊക്കെ നടക്കുന്നുണ്ട്, ആരൊക്കെ എങ്ങോട്ടൊക്കെ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, എവിടെയാണ് ആക്രമിക്കേണ്ടത്, എങ്ങോട്ടാണ് അയക്കേണ്ടത്, ഇതെല്ലാം റഷ്യയുടെയും ചൈനയുടെയും മിലിറ്ററി തന്നെയാണ് ഇറാന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും. അല്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇപ്പോൾ തന്നെ പപ്പടം പോലെ പൊടിഞ്ഞു തീർന്നേനെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറാന് പണി കിട്ടുന്നുണ്ട്, പക്ഷേ ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒന്നും അറിയാതെ ചൈനയുടെ റഷ്യയുടെയും താല്പര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതികാരം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം തകർന്ന് തരിപ്പണമായി. പക്ഷേ റഷ്യക്കിട്ട് പണി കൊടുക്കാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്ക് പ്രധാനമായിട്ടും സാധിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ അതിലും വലിയ പണിയാണ് ഒരു പക്ഷേ ഇനി അമേരിക്കയ്ക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ധാരണയുള്ള പലരും ചിന്തിച്ചൊരു കാര്യം ഉണ്ടാവും, ഈ സൂയസ് കനാലൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം വരാൻ സാധ്യതയുള്ള ഒരു രാജ്യം ചൈനയൊക്കെ തന്നെയാണ്. ഇന്ത്യക്ക് പോലും അതൊരു പേടി സ്വപ്നമാണ്. പലരും ഈ ഭാഗങ്ങളൊക്കെ കേൾക്കുന്നതിന് മുൻപ് തന്നെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് പോകും. എന്നിട്ട് വീഡിയോയിൽ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ചില കമന്റുകളൊക്കെ എഴുതിയിടുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു പറ്റുമെങ്കിൽ വീഡിയോ മുഴുവൻ കാണുക. ഹോർമൂസ് സ്ട്രെയിറ്റിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? എല്ലാത്തിനും ഉപരിയായിട്ട് ചൈനീസ് യുവാനിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പോലും ഇറാൻ പറഞ്ഞു. അതായത് അമേരിക്കയുടെ ഒരു മർമ്മം ഉണ്ടെങ്കിൽ ആ മർമ്മത്തടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയാണ് ഈ കാര്യം എന്നുള്ളതാണ്. പെട്രോ ഡോളറിൽ അല്ലെങ്കിൽ ഡോളർ വ്യവസ്ഥയിൽ തൊട്ട് കളിക്കുക. അതായത് ഡോളറിനെതിരെ ചൈനീസ് യുവാന് പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ ഈ പറയുന്ന ഹോർമൂസ് സ്ട്രെയിറ്റിൽ ഇറാൻ ഷിപ്പുകളെയൊക്കെ കടത്തിവിടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നു, ചൈനയിലേക്ക് പോകുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരിക്കും ചെങ്കടലിലും സംഭവിക്കാനുള്ള സാധ്യത. അതായത് പണ്ട് ഹൂതീസ് ഒക്കെ എന്താണ് പറഞ്ഞത്? ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെയൊക്കെ ഞങ്ങൾ തടഞ്ഞു വെക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറാന് പ്രശ്നമില്ലാത്ത രാജ്യങ്ങൾ, ഇന്ത്യ അതിൽ ഉൾപ്പെടും. അതുപോലെ ചൈനയിലേക്കും ഇങ്ങനെയുള്ള തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള ഷിപ്പുകളും അല്ലെങ്കിൽ ഓയിൽ ടാങ്കറുകളും ഒക്കെ അവർ കടത്തിവിടാൻ അനുവദിക്കുകയും അമേരിക്കയ്ക്കും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇറാനെതിരെ നിൽക്കുന്നു എന്ന് തോന്നുന്ന രാജ്യങ്ങൾക്കൊക്കെ പണി കിട്ടുന്ന രീതിയിലായിരിക്കും അവിടെ അവർ ഈ സീ റൂട്ട് നിയന്ത്രിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ഇതിനിടയിലും ചിന്തിക്കാം, ചൈന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അതായത് ചൈനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷിപ്പുകളൊക്കെ അതിലേ പോകാൻ, അത് അമേരിക്കൻ ഷിപ്പുകളാണെങ്കിലും ഇങ്ങനെ സെലക്റ്റീവായിട്ടായിരിക്കും കൺട്രോൾ ചെയ്യാൻ സാധ്യതയുള്ളത്. ഇത് ദഹിക്കാത്തവരോട് ഒരൊറ്റ കാര്യം പറയാം, അമേരിക്ക ഇറാന്റെ ഓയിൽ വ്യാപാരം ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതായത് യുദ്ധം നടക്കുകയാണ്, പക്ഷെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇറാന് ക്രൂഡ് ഓയിൽ വ്യാപാരം ചെയ്യാം, അതൊട്ടും കുറയ്ക്കണ്ട. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നിരിക്കുന്നത്? കാരണം ഗ്ലോബൽ ഓയിൽ സപ്ലൈയിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നങ്ങൾ കൂടും. അത് ഇറാന്റെ ഓയിൽ ആണെങ്കിൽ ഇറാന്റെ ഓയിൽ, അന്നകാര്യം മുന്നകാര്യം എന്ന് പറയുന്ന പോലെ ഓയിൽ കാര്യം മുന്നകാര്യം. ഇറാൻ ഓയിൽ വ്യാപാരം ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല, അമേരിക്ക അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ആകട്ടെ തിരിച്ച് പല രാജ്യങ്ങളുടെയും ഓയിൽ ടാങ്കറുകൾ തടഞ്ഞിടുകയുമാണ് ചെയ്യുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ റഷ്യൻ ഓയിൽ ആര് വേണമെങ്കിലും വാങ്ങിച്ചോളൂ എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ക്രൂഡ് ഓയിൽ വില കൂടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും പ്രശ്നമാണ്. അമേരിക്ക ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും ആയിട്ടുള്ള രാജ്യമാണ് ക്രൂഡ് ഓയിൽ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന പോലെ തന്നെ ചൈനയിൽ നിന്നുള്ള എക്സ്പോർട്ടിംഗ് ഇല്ലാതെ അമേരിക്കയെ കൂടാതെ ചൈനയ്ക്കോ നിലനിൽപ്പില്ല. ചൈനയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഡോളറിന്റെ ഫോറക്സ് റിസർവ് ഉള്ളത്, ഒരു 3 ട്രില്യൺ. അമേരിക്കയിലേക്കുള്ള കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ ഈ സൂയസ് കനാലുകൾ വഴിയല്ല, പ്രധാനമായിട്ടും എതിർഭാഗത്തോടെയാണ് പോകുന്നത്. ഒരു 2D മാപ്പിന് വരെ ഒരു ഗ്ലോബ് എടുത്ത് നോക്കിയാൽ ഇത് മനസ്സിലാവും. പ്രധാനമായിട്ട് ഈ സൂയസ് കനാലിലൂടെയൊക്കെ ചൈന കയറ്റി അയക്കുന്നത് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലേക്കാണ്. യൂറോപ്പിലേക്കൊക്കെ ഉള്ള ഒരു 60% എക്സ്പോർട്ടിംഗ് ഒക്കെ ഈ സൂയസ് കനാൽ വഴിയാണ് ചൈന നടത്തുന്നത്. അതായത് ചൈനയുടെ താല്പര്യങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എന്താണ്, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അതായത് ഇപ്പോഴുള്ള ഈ മറയങ്ങ് മാറിയിട്ട് ഈ അമേരിക്കയും ചൈനയും തമ്മിൽ നേരിട്ട് കോർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ വരാം. അതായത് താരിഫാറിന്റെ ഒക്കെ സമയത്ത് ചൈന ഒന്നും മിണ്ടാതിരുന്നതേ ഉള്ളൂ. പക്ഷേ ഇനി കഥയാകെ മാറാനാണ് സാധ്യത. അതായത് അമേരിക്കയ്ക്ക് ഒന്നും തിരിച്ചു ചെയ്യാനും സാധിക്കുന്നില്ല. കാരണം ചൈന ഈ ചെയ്യുന്നതിന് നമ്മൾ ലോക്കൽ ഭാഷയിൽ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇറാനെയാണ് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. അവസരം മുതലെടുക്കുകയാണ്. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇറാനെ അടിക്കാം, പക്ഷെ ചൈനയ്ക്ക് അതുകൊണ്ട് എന്താണ്? ഹോർമൂസും ബാബൽ മണ്ടേബും എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു ചോക്ക് പോയിന്റ് ഉണ്ട് കടലിൽ. അത് മലാക്ക സ്ട്രെയിറ്റ് ആണ്. അവിടെ പിടിച്ചാൽ ചൈനയുടെ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നത് പോലെയാണ്. ആ മലാക്ക സ്ട്രെയിറ്റിനടുത്താണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഉള്ളത്. അതുകൊണ്ടാണ് ചൈന പറയുന്നത് ചൈനയുടെ ഏറ്റവും വലിയ ദുഃഖമാണ് ഇന്ത്യയുടെ അവിടെയുള്ള സാന്നിധ്യം എന്നുള്ളതൊക്കെ. ഈ മലാക്ക സ്ട്രെയിറ്റിലേക്കും
ഈ പറയുന്ന സൂയസ് കനാൽ, ബാബൽ മണ്ടേബ് ഒക്കെ വഴിയാണ് നല്ലൊരു ഭാഗം ഷിപ്പുകളൊക്കെ വരുന്നത്. ചൈനയ്ക്ക് ആവശ്യമായിട്ടുള്ള 80% ഓയിലും അതിലെയാണ് ചെല്ലുന്നത്. ഇതൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് പറഞ്ഞില്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഇതൊന്നും അറിയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പലതും മറച്ചു പിടിക്കുകയാണ്. പക്ഷെ ഇത് വിശദമാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വീഡിയോ വളരെ അരോചകമായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കുക. ഇസ്രായേലും അമേരിക്കയും തമ്മിലും തെറ്റുന്നതും ഇവിടെയാണ്. ഇറാനെ നിങ്ങളെ ഏത് രീതിയിലും ആക്രമിച്ചോളൂ, പക്ഷെ ഓയിലിലും നാച്ചുറൽ ഗ്യാസിലും ഒന്നും തൊടരുത് എന്ന് അമേരിക്ക പറയുന്നതിന്റെ കാരണം അതാണ്. ഇപ്പോൾ ഖത്തറിലുള്ള LNG ഫീൽഡ് അത് കടലിനടിയിലാണ്. പക്ഷെ കരയിലുള്ളതിന്റെ ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം കയറ്റി വിടുന്നത്. അവിടെയാണ് ആക്രമണം നടത്തിയത്. 5 എണ്ണം വിട്ടു, അതിൽ 4 എണ്ണം ഇന്റർസെപ്റ്റ് ചെയ്തു, 1 എണ്ണം ചെന്ന് വീണിട്ട് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഒരു വർഷം കയറ്റുമതി ചെയ്യുന്നതിന്റെ 5-1 വാതകമാണ്, LNG ആണ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് കത്തിപ്പോയത്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഉള്ളത് റഷ്യയിലാണ്. റഷ്യ എത്ര വലിയ രാജ്യമാണ്? 2ാമത് ഖത്തറിലും. ഖത്തർ എന്ന് പറഞ്ഞാൽ പൊട്ടുപോലെയുള്ള രാജ്യം. ഈ കടലിന്റെ ഭാഗത്തായിട്ടാണ് ഈ ലോകത്തുള്ള നാച്ചുറൽ ഗ്യാസിന്റെ നല്ലൊരു ഭാഗം ചെന്നിരിക്കുന്നത്. അതിന്റെ കുറച്ച് ഭാഗം ഇറാന്റെ ഉടമസ്ഥതയിലുള്ളതുമുണ്ട്, ഖത്തറിൻ്റെതല്ലാതെ. ഈ കടലിന്റെ ഭാഗത്താണ്. അവിടെയാണ് ഈ പറയുന്ന ഇറാൻ ആക്രമണം നടത്തിയിട്ട് എന്തുമാത്രം നാച്ചുറൽ ഗ്യാസ് ആണ് കത്തിപ്പോയതെന്ന് ഓർക്കുക. ഈ ഗ്ലോബൽ വാർമിങ്ങിന് പോലും അതൊരു സംഭാവനയായിരിക്കും. പക്ഷെ ട്രംപ് പറയുന്ന ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വെറുതെ ആണെന്നാണ് പണ്ട് മുതലേ. ഇതുകൊണ്ട് പണി കിട്ടാൻ പോകുന്നത് എന്താണ്? ഈ നാച്ചുറൽ ഗ്യാസ് മുഴുവൻ യൂറോപ്പിലെ വീടുകളിലെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവിടെ ഹീറ്റ് നിലനിർത്തുന്നത്. നമ്മുടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെയാണ്. അതായത് യൂറോപ്പിൽ ഇനിയും ജീവിത ചെലവുകൾ കൂടാൻ പോവുകയാണ്. യൂറോപ്പിലൊക്കെ എത്രമാത്രം മലയാളികളാണുള്ളത്. അവിടുത്തെ ഏറ്റവും സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതായത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി, നാച്ചുറൽ ഗ്യാസ് വാങ്ങുന്നത് നിർത്തി. അതിനും പുറമെ ഖത്തറൊക്കെയായിരുന്നു പ്രധാന ആശ്വാസം. ഇപ്പോൾ ഖത്തറിലും ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് നാച്ചുറൽ ഗ്യാസിന് വല്ലാതെ വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് അത്ര വലിയ പ്രശ്നമല്ല. പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ LPG എന്ന് പറയുന്ന സാധനം ക്രൂഡ് ഓയിലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇവിടെ എല്ലാവരും റീൽസിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്രൂഡ് ഓയിലിനേക്കാൾ കൂടുതൽ LPG ഉണ്ടാക്കുന്നത് നാച്ചുറൽ ഗ്യാസിന്റെ സംസ്കരണത്തിൽ നിന്നാണ്. സെക്കൻഡ് ആണ് ക്രൂഡ് ഓയിൽ. പിന്നെ എന്തിനാണ് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ പേര് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാച്ചുറൽ ഗ്യാസ് സംസ്കരിക്കുമ്പോഴാണ് LPG ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ആണ് ക്രൂഡ് ഓയിൽ. അതായത് ഭാവിയിൽ LPGക്ക് നല്ല രീതിയിൽ വില കൂടുന്ന അല്ലെങ്കിൽ ഷോർട്ടേജ് വരുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഖത്തറിൽ നിന്ന് വാങ്ങുന്നത് കുറവാണെന്ന് പറഞ്ഞാൽ പോലും ഇതേ ആക്രമണങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടാകാം. ഇനി നിലവിലിവിടെയുള്ള LPG ഷോർട്ടേജ് ഒക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞു, പാനിക് ബുക്കിംഗ് കാരണമാണ്. പക്ഷെ ഇനി യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഗ്ലോബൽ നാവിഗേഷൻ അല്ല, റീജിയണൽ നാവിഗേഷൻ പോലും ഇല്ലാതെ ഇറാൻ എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ചൈനയുടെ സ്വന്തം GPS ഉണ്ട്, അതുപോലെ റഷ്യയുടെ സ്വന്തം GPS ഉണ്ട്. GPS എന്നല്ല അതിന് പറയേണ്ടത്, അവരുടേതായ പേരുണ്ട്. ഇപ്പോൾ റഷ്യയുടേത് ഗ്ലോനാസ് എന്ന് പറയും, ചൈനയുടേത് ബെയ്ഡു എന്ന് പറയും. ചൈനയ്ക്കും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ഈ ലോകം മുഴുവൻ നാവിഗേഷൻ ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ GPS പോലെയുള്ള സാധനങ്ങളുള്ളൂ. പിന്നെ യൂറോപ്യൻ യൂണിയന് മൊത്തത്തിൽ ഗലീലിയോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇന്ത്യക്കുണ്ട് നാവിക് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഭൂമി മൊത്തമില്ല. ഇന്ത്യയുടേതുപോലെ തന്നെ ജപ്പാനുമുണ്ട്. വേറെ രാജ്യങ്ങൾക്കൊന്നും ഈ സംഭവം ഇല്ലെന്ന് പറയാം. ഇറാൻ ഇപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് ചൈനയുടെ ഈ ബെയ്ഡുവും റഷ്യയുടെ ഗ്ലോനാസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ റഷ്യയും ചൈനയും തന്നെയാണ് എവിടെയൊക്കെ ആക്രമിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, അതുപോലെ റോബോട്ട് അല്ലെങ്കിൽ ഡ്രോൺ, സബ്മറൈൻസ് എന്ന് പറയാവുന്ന ഇത്തരം ചെറിയ സാധനങ്ങളും ഒക്കെ നിർമ്മിച്ച് സപ്ലൈ ചെയ്യുന്നതും എല്ലാം ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയോടെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതായത് ഈ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അർജുനൻ ഭീഷ്മരെ വീഴ്ത്തി എന്നൊക്കെ പറയുന്നത് പോലെ ഈ അമേരിക്കയെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈനയും അതിനോടൊപ്പം റഷ്യയും. ഈ റഷ്യയെ ചൈനയെക്കാളും വലിയ സംഭവമായിട്ട് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, റഷ്യ ഏറ്റവും വലിയ രാജ്യമാണ്, ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ആയുധം കൈവശമുള്ള രാജ്യമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും മണി പവർ നോക്കിയാൽ ചൈനയുടെ അടുത്ത് പോലും വരുന്നില്ല റഷ്യ. അതായത് റഷ്യയുടെ ഒപ്പം ചൈന നിൽക്കുക എന്നുള്ളതല്ല, ചൈനയുടെ ഒപ്പം റഷ്യ നിൽക്കുക എന്നുള്ളതാണ് റിയാലിറ്റി. പണ്ട് ഇസ്രായേലിലേക്ക് ഇറാൻ ICBMകളൊക്കെ വിട്ടപ്പോൾ അതെല്ലാം തന്നെ ഇസ്രായേൽ കളയുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്കിവിടെ സമാധാനമായിട്ട് ഇരിക്കുന്നില്ല, നിങ്ങൾ ഇറാനെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിച്ചിട്ട് എല്ലാ ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഹമാസ് ഒക്കെ ഗാസയിൽ നിന്ന് ഈ ക്വാസാം എന്നൊക്കെ പറയുന്ന ചീപ്പ് റോക്കറ്റ് വിടുന്നത് പോലെയല്ല, ഇറാൻ പല ICBMകളും ഒക്കെ അയക്കുമ്പോൾ പണ്ടത്തേതുപോലെ ഭൂരിഭാഗവും ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് ഇസ്രായേലിന് കഴിയുന്നില്ല. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു, ആളുകൾ മരിക്കുന്നു. ചോദ്യം ഇതാണ്, ഇറാൻ പോലെയുള്ള രാജ്യത്തിന് ഇതെങ്ങനെ സാധിക്കുന്നു അമേരിക്കയെ വെള്ളം കുടിപ്പിക്കാനായിട്ട്? ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഡ്രോൺ ടെക്നോളജിയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഉക്രൈന് നാറ്റോ രാജ്യങ്ങൾ പരസ്യമായിട്ടാണ് സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ രഹസ്യമായിട്ടാണ് റഷ്യയും ചൈനയും ഇറാന് സപ്പോർട്ട് കൊടുക്കുന്നത്. റോബോട്ട്, സബ്മറൈൻസ് എന്നൊക്കെ പറയുന്ന ഇത്തരം സാധനങ്ങളും ഈ ഡ്രോൺ ബോട്ടുകളും ഇതിന്റെ ടെക്നോളജിയും ആക്രമണങ്ങളും ഒക്കെ സ്പോൺസേർഡ് ബൈ ചൈനയാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ളവർ ഒരു കാര്യം കൂടി അറിയണം.
ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു നാവിഗേഷൻ സിസ്റ്റം പോലും നിലവിൽ ഇപ്പോൾ ഇല്ല. ഇസ്രായേലും അമേരിക്കയും കൂടി 10,000-ലധികം സ്ഥലങ്ങളിലാണ് ബോംബിംഗ് ചെയ്തത് ഇറാനിൽ. എന്നിട്ടും എങ്ങനെയാണ് ഇറാന് GCC രാജ്യങ്ങളിലാണെങ്കിലും ഇപ്പോൾ ഇസ്രായേലിൽ തന്നെയാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് അവരുടെ ലക്ഷ്യം ഭേദിക്കാനായിട്ട് സാധിക്കുന്നത്? ഇന്ത്യൻ ഓഷ്യനിലുള്ള ഡീഗോ ഗാർഷ്യയിലേക്ക് പോലും അവർ ആക്രമണം നടത്തിയിരിക്കുന്നു. അതെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ GPS-ന്റെ ഒക്കെ ഗ്രൗണ്ട് ഫെസിലിറ്റികളിൽ പ്രധാനപ്പെട്ട ഒന്ന് അവിടെയാണ് ഇരിക്കുന്നത്. അതൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഫോണിൽ പോലും പിന്നെ GPS കിട്ടില്ല കുറെ കാലത്തേക്ക്. പകരം ഇന്ത്യയുടെ നാവിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ പഴയ IRNSS അതൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും ഇപ്പോൾ കംപ്ലൈന്റ് ആയി കിടക്കുകയാണ്. ആറ്റോമിക് ക്ലോക്കിനൊക്കെ ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്. അതായത് ഗദ്ദാഫി ഓർമ്മയുണ്ടല്ലോ, ലിബിയയിലെ നോർത്ത് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ലിബിയ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ കിടക്കുന്നുണ്ട്, അത്രയും ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും. ഈ ഗദ്ദാഫി എന്തിനാണ് അമേരിക്ക തട്ടിയത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അയാൾ ഏകാധിപതി ആയതുകൊണ്ടൊന്നും അല്ല. ഇപ്പൊ സദാം ഹുസൈനെ അവിടെ ആയുധം ഉണ്ടെന്നൊക്കെ പറഞ്ഞിറങ്ങി എന്ന് പറയുന്നത് പോലെ ഗദ്ദാഫി ഒരിക്കൽ ഒരു കറൻസി അങ്ങ് അവതരിപ്പിക്കാൻ പോയി, ഒരു ആഫ്രിക്കൻ കറൻസി, ഡോളറിന് പകരമായിട്ടൊരു കറൻസി അമേരിക്കയ്ക്കുള്ള പണിയായിട്ട്. അത് പറഞ്ഞതും പിന്നെ ഗദ്ദാഫിയുടെ കാര്യം തീരുമാനമായി എന്നുള്ളതാണ്. അതായത് അമേരിക്കയ്ക്ക് ഏറ്റവും അടി കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോളറിനെ ചോദ്യം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കറൻസി കൊണ്ടുവരാൻ പോയതുകൊണ്ടാണ് ഗദ്ദാഫിയൊക്കെ അല്ലെങ്കിൽ ലിബിയ ഇങ്ങനെ കിടക്കുന്നത്. ലിബിയയും സിറിയയും ഇറാനും ഇറാഖും ഒക്കെ തീരുമാനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. പക്ഷേ അവിടെയാണ് ഇറാൻ ഈ പറയുന്ന പോലെ ചൈനീസ് യുവാനിൽ ട്രേഡ് ചെയ്ത കപ്പലൊക്കെ കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും അമേരിക്കയുടെ കാലം കഴിയാറായി എന്നുള്ളതൊക്കെ തന്നെയാണ് വ്യക്തമായി നമ്മൾ കാണുന്നത്. കഷ്ടകാല സമയത്ത് ബുദ്ധി വിപരീതമാകുമെന്ന് പറയുന്നത് പോലെയാണ് ഈ ഇസ്രായേലിന്റെ വാക്കും കേട്ട് അമേരിക്ക ചാടിക്കയറി യുദ്ധത്തിലേക്ക് ഇറങ്ങിയത് എന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം നിൽക്കും, മോഡി വിചാരിച്ചാൽ മധ്യസ്ഥത വഹിച്ച് ഈ പ്രശ്നങ്ങൾ നിർത്താൻ പറ്റുമെന്നൊക്കെ പല ലോക നേതാക്കളും പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, അതിനൊറ്റ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറാന്റെ ഭാഗത്തും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ ഭാഗത്തും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് റഷ്യയും അമേരിക്കയും ഒരുമിച്ച് തഞ്ചത്തിൽ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഒരു മീഡിയേറ്റർ വേണമെങ്കിൽ അതിന് പറ്റിയ ആള് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മോഡിയാണ്. ഇത് പല ലോക നേതാക്കളും ഒക്കെ ആവശ്യം ഉന്നയിക്കുന്നത് നമുക്കൊരു ഗമയാണെന്ന് പറയാം. ഈ ബാബൽ മണ്ടേബ് ഒക്കെ കൂടെ ഇങ്ങനെ ക്ലോസ് ആവുകയാണെങ്കിൽ, ഹോർമൂസിലെ തന്നെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ലോകം മുഴുവൻ വലിയ ഇന്ധന ഷോർട്ടേജ് വരും. അതായത് ഒരാൾ പട്ടിണി നടക്കുന്ന പോലെയാണ് ലോകത്തെ സംബന്ധിച്ച് ഈ ക്രൂഡ് ഓയിലും വ്യാപാരങ്ങളും ഒക്കെ നടക്കുന്നില്ലെങ്കിൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ലോക്ക്ഡൌണിനൊക്കെ സാധ്യതയുണ്ട്. അതായത് പണ്ട് എങ്ങനെയാണ് ലോക്ക്ഡൌൺ വന്ന് നമുക്കറിയാം. ഇനി കൂടുതലും കമ്പനികൾ വർക്ക് ഫ്രം ഹോം ആണ് എന്നൊക്കെ പറഞ്ഞിരുത്തും. ആ സമയത്തേക്കും AI ഈ പറയുന്ന സ്ക്രീനിന്റെ മുൻപിൽ, ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ മുമ്പിലാണ് നിങ്ങളിരുന്ന് പണി ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നതെങ്കിലും അതെല്ലാം 5 വർഷത്തിനപ്പുറം പുറത്താണ്. ഇത് പറയുമ്പോൾ പലർക്കും ഇത്തിരി കൂടി പോയില്ലെന്ന് തോന്നും. കണ്ടറിയാം, ഇതൊക്കെയാണ് നമ്മളിനി ഭാവിയിൽ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്ന വിഷയം. പറയേണ്ട കാര്യമില്ല, കാരണം അതും AI ഏറ്റെടുക്കും. പണ്ടൊക്കെ 5 പേരെയും 10 പേരെയൊക്കെ വെച്ച് കല്യാണം നടത്തിയതുപോലെ ഗ്യാസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യതയും കൂടെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അതൊക്കെ നോക്കിയിരുന്നോളുക. അതായത് AI എന്ന് പറയുന്ന സംഭവം അത് ഇപ്പോൾ പറയാൻ തോന്നുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്പൊ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് AI ആരും ലോകം കീഴടക്കും എന്നുള്ളതിന് മുൻപേ തന്നെ മനുഷ്യൻ അത് നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങളെ കൊണ്ട് അറിയാൻ ലോകം നശിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഈ പറയുന്ന പോലെ ഇന്ധനത്തിന്റെ ലഭ്യത ഇല്ലാതായാൽ, വ്യാപാരങ്ങൾ നടക്കാതായി കഴിഞ്ഞാൽ ഒരു പരിധി ഉണ്ട് ഇതിനൊക്കെ. പിന്നെ ഈ ലോകരാജ്യങ്ങളൊക്കെ പ്രത്യക്ഷമായിട്ട് യുദ്ധത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയും ചൈനയും ഒക്കെ പിന്നീട് ഒരു വേൾഡ് വാർ 3 പോകാനുള്ള സാധ്യത പോലും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തായ്വാൻ ചൈന പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തായ്വാൻ പിടിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ നട്ടലിലായിരിക്കും ചൈന കയറി പിടിക്കുന്നത്. സെമി കണ്ടക്ടേഴ്സ് ഇല്ലാതെ, പ്രത്യേകിച്ച് TSMC ഇല്ലെങ്കിൽ പിന്നെ ലോകം അക്ഷരാർത്ഥത്തിൽ ചൈനയ്ക്ക് പിടിക്കാനായിട്ട് സാധിക്കും. അമേരിക്കയുടെ ഈ മേൽക്കോയ്മ തന്നെ അവിടെ തീരും. അത് നോക്കിക്കൊണ്ട് അമേരിക്ക നിലവിൽ വെറുതെ ഇരിക്കും എന്നും കരുതണ്ട. അതുപോലെ ദുബായ് എന്ന് പറയുന്ന സിറ്റിക്കൊക്കെ കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കാര്യമായിട്ട് വരുന്നുമില്ല. അതായത് ആരെങ്കിലും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ചകത്തിടുകയാണ്. അത് വേണ്ടതുകൊണ്ട്, എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ അവിടെ, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. ഹബീബി കം ടു ദുബായ് എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്നത് ഇറാനാണ്, ഇറാന്റെ മിസൈലുകളാണ്. അപ്പോൾ ഇറാന്റെ മിസൈലുകളോട് ഇനി വരണ്ട എന്ന് പറയണമെന്നൊക്കെയുള്ള രീതിയിലുള്ള കോമഡി ട്രോളുകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതിനിടയിലൊക്കെ വേറൊരു കാര്യം, അമേരിക്കയുടെ ഒരു താല്പര്യവും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ ഒക്കെ ഇടയിൽ. അതായത് ഈ GCC രാജ്യങ്ങളൊന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരികയാണെന്നു, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കുറച്ചൊക്കെ മാറി ചൈനയോട് അടുത്ത്, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത, അമേരിക്കയുടെ സംരക്ഷണം വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ നിലവിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പൊ പറയുന്ന ഈ ഇന്റർസെപ്റ്റ് ചെയ്ത് കളയുന്ന സാധനങ്ങളൊക്കെ, പേട്രിയറ്റും താടും ഒക്കെ അമേരിക്കയുടെ സംഭവങ്ങളാണ്.
വളരെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ മാറണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇറാനുമായിട്ടൊക്കെ സന്ധി ചെയ്യണം. അങ്ങനെ വന്നാൽ അമേരിക്കയുടെ കണക്കൂട്ടിലൊക്കെ താളം തെറ്റുമെങ്കിലും നിലവിൽ ഈ GCC രാജ്യങ്ങൾക്ക് അമേരിക്കയോടുള്ള ആശ്രയത്വം കൂടിയതായിട്ടും കൂടെ നമ്മൾ കാണുന്നുണ്ട്. നിലവിൽ തന്നെ പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശിലൊക്കെ ഈ പെട്രോളും ഡീസലും വാതകവും ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. പരീക്ഷകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്തോളൂ, ഒരുപാട് പുറത്തിറങ്ങണ്ട, അങ്ങനെ ഒത്തിരി ലിമിറ്റേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരു പഴയ ലോക്ക്ഡൗൺ പോലെ. അപ്പോഴും ഏറ്റവും പോപ്പുലേഷനുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നിലവിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ഈ LPGയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതൊരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ പ്രശ്നം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇനി വീഡിയോ ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് പേടി. ഇറാന്റെ നേതാക്കളെ മുഴുവൻ ഇസ്രായേലും അമേരിക്ക ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലാണ്. അതായത് നേതാക്കളൊക്കെ വധിക്കപ്പെട്ടാലും യുദ്ധം തുടരണമെന്നുള്ള രീതിയിൽ അവർ നേരത്തെ തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അതനുസരിച്ചിട്ടാണ് ഈ നേതാക്കളെല്ലാം വധിക്കപ്പെട്ടിട്ടും ഇറാനിൽ കാര്യമായ ഒരു മാറ്റവും ഇല്ലാതെ വീണ്ടും യുദ്ധം തുടരുന്നത്. അവിടെയും കൂടെയാണ് ഈ ഇസ്രായേലിൻ്റെയൊക്കെ സ്ട്രാറ്റജി അല്ലെങ്കിൽ മൊസാദിന് തെറ്റിപ്പോയത് എന്നും കൂടെ പറയണം. ഈ പ്രശ്നങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ ഓയിൽ കിട്ടാതായിരിക്കുന്ന രാജ്യമാണ് ഈ ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ US ബോണ്ടുകൾ ഉള്ളത്. മിക്കവാറും ജപ്പാൻ ഈ പറയുന്ന പോലെ ബോണ്ടെല്ലാം കൊണ്ടുപോയി അമേരിക്കയ്ക്ക് കൊടുത്തിട്ട് കാശെടുക്കുമെന്ന് പറഞ്ഞാൽ അതോടെ തന്നെ അമേരിക്കയുടെ വെടി തീരും. അതായത് ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത് ഒരു തരത്തിൽ ഈ അമേരിക്ക കാരണമാണ്. എന്താണെങ്കിലും നമ്മുടെ പുടിൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം റഷ്യ എന്ന് പറയുന്ന വലിയ മിലിറ്ററി പവർ ഉക്രൈനിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ് കുറേ നാണക്കേട് അവർ സഹിച്ചതാണ്. ഇപ്പോൾ പുടിൻ ചോദിക്കുന്നുണ്ട് ട്രംപിനോടൊക്കെ, ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇതാണ് ഞങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. ഈ പറയുന്ന പോലെ ഡ്രോണിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ സംഭവങ്ങൾ വെച്ചിട്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് തന്നെ ഇതിനെ ചീപ്പായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉക്രൈൻ ഉണ്ടാക്കിയെടുത്തിരുന്നു. അത് GCC രാജ്യങ്ങളിലേക്ക് സെലൻസ്കി ഒക്കെ ഉടനെ കൊടുക്കാൻ പോകുന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പേട്രിയറ്റിനൊക്കെ പകരമായിട്ട് ഇത് വളരെ ചീപ്പായിട്ട് പ്രതിരോധിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ തന്നെയും നമ്മളിപ്പോഴാണ് ഈ ഷാഹിദ് ഡ്രോണൊക്കെ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് വരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഗാസയിൽ നിന്ന് ക്വാസാം എന്നൊക്കെ പറഞ്ഞ് വളരെ ചീപ്പായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ അവർക്ക് വലിയ ചിലവായിരുന്നു. അതിന് പകരമായിട്ട് അവർ കുറേ ഡ്രോൺ അല്ലെങ്കിൽ ലേസർ ടെക്നോളജി ഒക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഈ പ്രതിരോധ ചെലവുകളൊക്കെ കുറയും. നമ്മൾ നിലവിൽ കാണുന്നത് എന്താണ്? ഒരു ഡ്രോൺ യുഗത്തിലേക്ക് ലോകം അങ്ങ് മാറിയപ്പോഴുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ആയുധങ്ങളുടെ ലിമിറ്റേഷൻസും പ്രശ്നമാണ്. പക്ഷെ മൊത്തത്തിൽ ടെക്നോളജി അങ്ങ് അഡാപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഈ ടെക്നോളജി തമ്മിലുള്ള ഒരു യുദ്ധമുണ്ട്. ഇതിൽ ഏറ്റവും മികച്ചത് ഏത് എന്നുള്ള രീതിയിൽ. പോട്ടെ, നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം വളരെ കൂടി പോവുകയാണ്. എങ്കിലും പ്രധാനപ്പെട്ട കുറേ പോയിന്റുകൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇറാന്റെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഈ തെർമൽ പവർ പ്ലാന്റുകൾ ഉണ്ടല്ലോ, അതും കൂടെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ അമേരിക്ക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ എന്താണ് ചെയ്യുക? GCCയിലുള്ള ഈ വൈദ്യുതി ഉണ്ടാക്കുന്ന തെർമൽ പവർ പ്ലാന്റുകൾ ഉണ്ടല്ലോ, അത് ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ഇരുട്ടിലാകും എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ, അതായത് നമ്മൾ മുൻപേ പറഞ്ഞതാണ്, GCC രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണമാണെങ്കിലും ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗവും അങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അവിടെ ഒന്നുമില്ല കാര്യമായിട്ട്. വെള്ളമാണെങ്കിലും കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഡീസാലിനേഷൻ പ്ലാന്റുകൾ നശിക്കപ്പെട്ടാൽ വെള്ളം കൂടി മുട്ടി, കപ്പലുകൾ തടയപ്പെട്ടാൽ ഭക്ഷണവും മുട്ടി. ഏറ്റവും പ്രധാന കാര്യം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരുഭൂമി തന്നെയായിട്ടത് മാറും. താപനില ക്രമീകരിക്കാൻ സാധിക്കാതെ വരും, അവിടെ ജീവിക്കാൻ പറ്റാതെ വരും. ഇത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന GCC രാജ്യങ്ങൾ മണി പവർ ഒന്നുകൊണ്ട്, ഓയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. GCC രാജ്യങ്ങൾ വലിയൊരു അപകട സാധ്യതയിൽ തന്നെയാണെന്നുള്ളത് അത് നമ്മൾ മലയാളികൾക്കുമാണ് അപകടം. അതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇതിനെല്ലാം ഉപരി ഇവിടെ വലിയൊരു ഗെയിം ചേഞ്ചിങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇനി ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളൊന്നും ഒരു യുദ്ധവും ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൈനയൊക്കെ ഇറാനെ വെച്ച് കളിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ മാത്രമേ, അത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം യുദ്ധരീതികളൊക്കെ ആകെ മാറി. ഇപ്പോൾ ഉക്രൈൻ ഒന്ന് തെളിയിച്ചു, ഇത് കൂടുതൽ വ്യക്തമാക്കി. അതായത് പഴയ രീതിയിലുള്ള ഈ വില കൂടിയ $1 ബില്യൺ വിലയുള്ള സാധനങ്ങളൊന്നും, കപ്പലാണെങ്കിലും വിമാനമാണെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ആയുധ കമ്പനികൾക്ക് ക്ഷീണമാണ്. കാരണം അമേരിക്കയിലെ ജനങ്ങളും ലോകരാജ്യങ്ങളും ഒക്കെ തന്നെ ഇനി ഈ രീതിയിലേക്ക് പണം മുടക്കാതെ ഡ്രോൺ ടെക്നോളജിയിലേക്കും അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ AI ഉപയോഗിച്ചിട്ടാണ് പല ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ ആന്ത്രോപിക് ക്ലൗഡ് ഒക്കെ അതിൽ പ്രധാന സ്ഥാനത്തുണ്ട്. ആ രീതിയിലേക്ക് മാറുമ്പോൾ ആയുധ കമ്പനികൾക്ക് ഇത് വളരെ ചീപ്പാണ്, മറ്റേതിന്റെ അത്രയും ചെലവില്ല. അതായത് ഇന്ന് വരെ ഈ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്ന ആയുധ കമ്പനികൾക്ക് ഇനി ക്ഷീണം തട്ടാനും സാധ്യതയുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഇനി ഭാവിയിൽ അത്ര കണ്ട് നടക്കണമെന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തണമെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ മാക്സിമം സെല്ല് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ ഒക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല. അതുപോലെ ഒരു F-35
വെടിവെച്ചിട്ടു. അതായത് പൈലറ്റ് രക്ഷപ്പെട്ടു. അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനമാണ്. അതായത് ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ റഡാറിൽ കിട്ടില്ല. പക്ഷെ വളരെ താഴ്ന്നു പറക്കുമ്പോൾ അതിന്റെ ഹീറ്റ് സെൻസ് ചെയ്തിട്ട് IR റേഡിയേഷൻസ് വെച്ചിട്ട് മിസൈലുകൾ അയക്കാം. അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ നടന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം. പക്ഷെ അതിനു മുൻപ് ഇത്തരം വിമാനങ്ങളുടെ അഴിഞ്ഞാട്ടമായിരുന്നു അവിടെ. അതും വിസ്മരിക്കരുത്. അതായത് ഈ രീതിയിലുള്ള യുദ്ധത്തിന്റെ ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ മാർക്കറ്റ് വോൾഫ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാർക്കറ്റ് വോൾഫിന് ഇതിനോടകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് ആണുള്ളത്. ഇന്ത്യയിൽ ഉടനീളമുള്ള ആളുകൾ അവരുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.